ഇന്നത്തെ എൻ്റെ 4 മണി പലഹാരം. ഇത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഓൾറെഡി നല്ല നീറ്റായിട്ടിരിക്കുക. പിന്നെ എൻ്റെ സമാധാനത്തിന് ഞാൻ കഴിഞ്ഞു പോകുന്നത്. നോക്കൂ എൻ്റെ മുന്തിരിങ്ങ. ഇതെല്ലാം ഞാനിപ്പോൾ കഴിക്കും. നിങ്ങൾക്ക് വീണു ഗൈസ്. വേറൊരു സാധനം കൂടെ ഉണ്ട്, ഇപ്പോൾ കാണിച്ചില്ല. എനിക്ക് വിശക്കണു. വിശന്ന് ഞാൻ മരുന്നും കഴിക്കും, പലതും ഞാൻ കഴിക്കും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സ്നാക്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. തൈര് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓ, എനിക്ക് യൂണിഫോം ഇട്ടേക്കുന്നുണ്ട്, കുറച്ച് പരിമിതികളുണ്ട്, നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിങ്ങനെയല്ല കഴിക്കുന്നത്, ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഇടുമ്പോൾ എൻ്റെ പൊന്നു മക്കളായ വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കാണിച്ചു തരാം. ഇതിലോട്ട് ഞാനിപ്പോൾ പഞ്ചസാര ഇടും. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അവിടെ ഓലാരും നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്തുവാന്ന് തോന്നും. പക്ഷേ ഇത്രയിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തത്. കണ്ടോ, നോക്കൂ എത്ര മനോഹരമായ പഞ്ചസാരക്കൂട്ടം. ഇതാ ഗൈസ്, എൻ്റെ തൈരും പഞ്ചസാര ഇട്ട മിശ്രിതം ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ച് കാണിച്ചു തരാവേ. തൈരും ഇങ്ങനെ കോരി കുടിക്കുന്നതാണ് അതിലേക്കിഷ്ടം. എൻ്റെ മക്കളെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒന്നുമില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കലക്കി കുടിക്കുക. എൻ്റെ അമ്മ ഓർമ്മയായിരുന്നു എനിക്ക്. എൻ്റെ അമ്മ മിക്കവാറും എനിക്ക് തരുമായിരുന്നു. ലസി എന്നൊക്കെ പറയും. അടിപൊളി. അടിപൊളി. നോക്ക്, വാവ്, നല്ല ക്രീമി ആയിട്ടുണ്ടല്ലേ. നിങ്ങളിത് കണ്ട് കൊതി വിടാതെ കടയിൽ പോയി ഒരു തൈര് വാങ്ങിക്കുക, കുറച്ച് പഞ്ചസാര ഇടുക, കലക്കുക, കുടിക്കല്ല, ഇങ്ങനെ കോരി കുടിക്കണം. മസ്റ്റ് ട്രൈ. അടിപൊളി. ചെറിയൊരു പുളിയുണ്ട്, പഞ്ചസാര കുറവേണ്ട. ഒരു മുന്തിരിയുടെ തിന്നാൻ നമുക്ക് മുന്തിരി കഴിക്കാം. നല്ല മധുരമുണ്ട്, സൂപ്പർ മുന്തിരിങ്ങ. അപ്പം എങ്ങനെയുണ്ട്? പൊളിയില്ലേ? അപ്പം എല്ലാവരും സമാധാനമായിരിക്കും ഗൈസ്. ഞാനിത് കഴിക്കട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ.